2026-27 ബജറ്റിലെ ആദ്യത്തെ പ്രധാന വിഷയം ക്ഷേമ പെൻഷനുകളാണ്. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കളായുണ്ട്. വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങി വിവിധ ഭാഗങ്ങളിലായി ഈ പെൻഷൻ വിതരണം ചെയ്യുന്നു. 2026-27 ബജറ്റിൽ ഈ പെൻഷൻ തുകയിൽ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന 2000 രൂപ തന്നെയാണ് തുടർന്നും നൽകുക. നേരത്തെയുള്ള ബജറ്റുകളിൽ ഓരോ വർഷവും 100-200 രൂപയുടെ വർധനവ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അത്തരമൊരു വർധനവ് ഇല്ലാത്തത് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. 2000 രൂപ എന്നത് കേരളത്തിലെ ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ വളരെ കുറവാണ്. വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക കൂട്ടേണ്ടതിന്റെ ആവശ്യകത പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ബജറ്റിൽ അത് സംഭവിച്ചിട്ടില്ല. പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ സമയത്ത് വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. ബാങ്ക് മുഖേനയും പോസ്റ്റ് ഓഫീസ് മുഖേനയും പണം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം തുടരും. കുടിശ്ശിക ഒഴിവാക്കി എല്ലാ മാസവും പെൻഷൻ കിട്ടുന്ന അവസ്ഥ ഉറപ്പാക്കേണ്ടതാണ് സർക്കാരിന്റെ ലക്ഷ്യം. പെൻഷൻ തുക കൂട്ടിയില്ലെങ്കിലും കൃത്യമായി ലഭിക്കുന്നത് ഒരു ആശ്വാസമായി കാണാം. ക്ഷേമ പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. അവരുടെ ദൈനംദിന ചെലവുകൾക്ക് ഈ 2000 രൂപ വലിയ പങ്ക് വഹിക്കുന്നു. ഭക്ഷണം, മരുന്ന്, വൈദ്യുതി ബിൽ എന്നിവയ്ക്ക് ഈ തുക ഉപയോഗിക്കുന്നു. അതിനാൽ പെൻഷൻ തുകയിലെ മാറ്റമില്ലായ്മ സാമൂഹിക മാധ്യമങ്ങളിൽ പൊതുചർച്ചകളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയാണ് ബജറ്റിലെ അടുത്ത പ്രധാന ഇനം. ജൂലൈ 1 മുതൽ VBG റാംജി എന്ന പേരിൽ പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരും. കേന്ദ്ര സർക്കാരിന്റെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരള പതിപ്പാണിത്. പുതിയ പദ്ധതിക്ക് 60% തുക കേന്ദ്ര സർക്കാരും 40% തുക സംസ്ഥാന സർക്കാരും വഹിക്കും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാന വിഹിതമായി 1422 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കുടുംബത്തിന് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതി ചെയ്യുന്നത്. റോഡ് നിർമ്മാണം, കനൽ വൃത്തിയാക്കൽ, മരങ്ങൾ നടൽ, കൃഷിയിടങ്ങളിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് തൊഴിലുറപ്പിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. പുതിയ VBG റാംജി പദ്ധതി വഴി തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടാനും വേതനം വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യതകൾ പരിശോധിക്കും. കേരളത്തെ തൊഴിലുറപ്പ് പദ്ധതി വളരെ വിജയകരമായി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. സ്ത്രീകൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വർഷം മുഴുവൻ ചെറിയ വരുമാനം ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. മൺസൂൺ കാലത്ത് കൃഷിയില്ലാത്ത സമയത്ത് ഈ തൊഴിൽ ഒരു വലിയ താങ്ങായി മാറുന്നു. പുതിയ പദ്ധതി വരുന്നതോടെ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പദ്ധതിയുടെ ഫണ്ട് വിഹിതം സംസ്ഥാനം വർദ്ധിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയോടുള്ള പ്രതിജ്ഞാബദ്ധത കാണിക്കുന്നു. പണം കൃത്യമായി വിതരണം ചെയ്യുന്നതിനും പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിനും പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. അടുത്തത് ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ചികിത്സാ സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും ഈ ഇൻഷുറൻസ് ഉപയോഗിച്ച് ചികിത്സ നേടാം. ഹൃദ്രോഗം, ക്യാൻസർ, വൃക്കാരോഗം, ന്യൂറോ സർജറി, സങ്കീർണമായ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് ഇൻഷുറൻസ് കമ്പനി നൽകും. പദ്ധതിയുടെ പ്രാഥമിക ചെലവുകൾക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പിന്നീട് പ്രീമിയം തുകയും മറ്റ് ചെലവുകളും ബജറ്റിൽ ഉൾപ്പെടുത്തും. കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. ദരിദ്ര കുടുംബങ്ങൾക്ക് വലിയ രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഇതോടെ മാറും. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ വഴി ഓരോ കുടുംബത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തനം ഉടൻ തുടങ്ങും. ഇനി കാർഡ് ലഭിച്ചാൽ മതി ആശുപത്രിയിൽ പോകാൻ. പണം മുൻകൂർ നൽകേണ്ടതില്ല. പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളുടെ പട്ടിക ഓൺലൈനിൽ ലഭ്യമാകും. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും സ്വകാര്യ ആശുപത്രികളുടെ നിരക്ക് നിയന്ത്രിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കും. അടുത്തത് മത്സ്യത്തൊഴിലാളി ക്ഷേമ മേഖലയിലെ ബജറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിച്ചു. മീൻപിടുത്ത ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ വില കൂട്ടുന്ന സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന സഹായമാണിത്. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. തീരദേശവാസികൾക്ക് പട്ടയം നൽകുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. വർഷങ്ങളായി തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുടെ അവകാശം ലഭിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കും.
മീൻപിടുത്തത്തിന് പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ സർക്കാർ വേതനം നൽകുമെന്നും പ്രഖ്യാപിച്ചു. കാലവർഷം, വേനൽ ചൂട്, കടൽ പ്രക്ഷുബ്ധം എന്നീ കാരണങ്ങളാൽ മീൻപിടുത്തം മുടങ്ങുന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലെ വരുമാന നഷ്ടം നികത്തുന്നതിന് സർക്കാർ സഹായം നൽകും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും കടൽ മലിനീകരണം തടയുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ഭവന പദ്ധതിയും തുടരും. തീരദേശ റോഡുകളും ഹാർബറുകളും നവീകരിക്കുന്നതിന് ഫണ്ട് വകയിരുത്തി. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മത്സ്യമേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. അതിനാൽ ഈ മേഖലയുടെ സംരക്ഷണം ബജറ്റിൽ പ്രതിഫലിച്ചു. അടുത്തത്, സ്ത്രീ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ലഭിച്ചുവെന്നാണ് അറിയുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി കഴിഞ്ഞ സർക്കാർ അവസാന മാസങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും മാത്രമാണ് 1000 രൂപ വീതം വിതരണം ചെയ്തത്. ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാരും മെയ് മാസത്തിൽ സതീശൻ സർക്കാരും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുകയുണ്ടായില്ല. ഈ വർഷത്തെ പുതുക്കിയ ബജറ്റിൽ ഇതിനായി ഫണ്ട് അനുവദിച്ചതായി കണ്ടില്ല. അതിനാൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ഇനി തുക ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി അറിയിക്കുന്നതാണ്. ഇതുകൂടാതെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി മറ്റു പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പയും പരിശീലനവും നൽകും. ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണ കേന്ദ്രങ്ങളും നിയമസഹായവും നൽകുന്നതിനുള്ള ഫണ്ട് വർദ്ധിപ്പിച്ചു. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ക്രെച്ച് സൗകര്യങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കും. സ്ത്രീകളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനുള്ള നയങ്ങൾ ബജറ്റിന്റെ ഭാഗമാണ്. ഇതുകൂടാതെ ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള തീരുമാനവും ബജറ്റിലുണ്ട്. കേരളത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തുടങ്ങി നിരവധി ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ബോർഡിനും വെവ്വേറെ ഓഫീസും ജീവനക്കാരും ഉള്ളത് കാര്യക്ഷമത കുറയ്ക്കുന്നുണ്ട്. അതിനാൽ സമാനമായ ബോർഡുകൾ ലയിപ്പിച്ച് ഒറ്റ സംവിധാനമായി മാറ്റാനാണ് തീരുമാനം. ലയനം വഴി ഭരണച്ചെലവ് കുറയ്ക്കുകയും ഗുണഭോക്താക്കൾക്ക് സേവനം വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യും. ഒരു തൊഴിലാളിക്ക് ഒന്നിൽ കൂടുതൽ ബോർഡുകളിൽ അംഗത്വമുണ്ടെങ്കിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാനും ലയനം സഹായിക്കും. ക്ഷേമനിധി പെൻഷൻ, മെഡിക്കൽ സഹായം, വിവാഹ സഹായം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ എല്ലാ ബോർഡുകളിലും ഏകീകൃതമാക്കും. ലയന പ്രക്രിയ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും ലയനം നടക്കുക. ഗുണഭോക്താക്കൾക്ക് ഒരു കൗണ്ടറിൽ നിന്ന് എല്ലാ സേവനവും ലഭ്യമാകുന്ന അവസ്ഥ ഉണ്ടാകും. ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ട് സുതാര്യമായി കൈകാര്യം ചെയ്യുന്നതിനും ലയനം സഹായിക്കും. 2026-27 ബജറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ ക്ഷേമ മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തുക കൂട്ടിയില്ലെങ്കിലും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ഊന്നൽ നൽകുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ച് ഗ്രാമീണ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് വഴി എല്ലാ കുടുംബത്തിനും വലിയ ചികിത്സാ സഹായം ഉറപ്പാക്കുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനും സ്ത്രീക്ഷേമത്തിനും പ്രത്യേക പരിഗണന നൽകുന്നു. ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിച്ച് ഭരണം കാര്യക്ഷമമാക്കുന്നു. ബജറ്റിലെ ഓരോ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതിന്റെ വിജയമാണ് കേരളത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക. ഫണ്ട് കണ്ടെത്തൽ, അഴിമതി ഇല്ലാത്ത വിതരണം, സുതാര്യത എന്നിവ ഉറപ്പാക്കിയാൽ ബജറ്റ് ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടാൻ കഴിയും. കേരളത്തിലെ ജനങ്ങൾ ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തും. ബജറ്റ് ഒരു പുസ്തകമല്ല, അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ വീട്ടിലെയും ജീവിത ചെലവും വരുമാനത്തിലും ബജറ്റ് നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. അതിനാൽ ബജറ്റ് ചർച്ചകൾ തുടരണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഭാവി ബജറ്റുകൾ കൂടുതൽ ജനകീയമാക്കണം. കേരളത്തിന്റെ വികസനവും ക്ഷേമവും ഒരുപോലെ മുന്നോട്ട് പോകുന്നതിനുള്ള വഴിയാണ് ഈ ബജറ്റ് കാണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.